പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ള നെക്ക്, ഫ്രണ്ട് നെക്ക് ഡീപ്പായി പോയാൽ അത് എങ്ങനെ നമുക്ക് ഓൾട്രേഷൻ ചെയ്ത് കറക്റ്റ് ആക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കസ്റ്റമർ കൊണ്ട് തന്നതാണ്. അപ്പോൾ അവർക്ക് നെക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ലെങ്ത് വേണ്ട, കുറച്ച് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് രണ്ട് വഴിയിൽ ഇത് ശരിയാക്കാൻ പറ്റും. ഒന്ന്, ഷോൾഡർ നമ്മളുടെ അഴിച്ചതിന് ശേഷം ഈ ഫ്രണ്ട് മാത്രം, ബാക്കല്ല ഫ്രണ്ട് മാത്രം ഒന്നുകൂടെ കയറ്റിയടിക്കും. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് അരയിഞ്ച് തയ്യൽ തുമ്പും കൂടി, ഇപ്പോൾ 5.5 വേണ്ടതെങ്കിൽ 6 ഇഞ്ചിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് കളയണം. 6 ഇവിടെ നിന്ന് ഇവിടെ ഇട്ട് 6 ഇഞ്ച് വരത്തക്ക രീതിയിൽ എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്തിട്ട് അരയിഞ്ച് ഷോൾഡർ ഇഞ്ചും അടിക്കുമ്പോൾ 5.5 കിട്ടും കേട്ടോ. എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി വേണം ഇവിടെ കട്ട് ചെയ്യാൻ. ഇവിടെ നിന്ന് ഇതുവരെ അളക്കുമ്പോൾ നമുക്ക് വേണ്ടതിനേക്കാളും അരയിഞ്ച് കൂടുതൽ വേണം. ആ അരയിഞ്ച് നമ്മൾ ഷോൾഡർ ജോയിനിങ് ചെയ്യുമ്പം പോവും. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അതൊരു മെത്തേഡ് ചെയ്യും. അപ്പോൾ ഈ കസ്റ്റമറിന് പറഞ്ഞത് ഷോൾഡർ അഴിച്ച് ഒന്നും ചെയ്യേണ്ട, വേറെ ഇതേപോലത്തെ ഒരു ഡിസൈൻ ഇവിടെ സെൻറ്ററിൽ വച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ കളറിലുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബ്ലാക്കും വേണമെങ്കിൽ വയ്ക്കും, പക്ഷേ ബ്ലാക്കിനെക്കാട്ടിൽ ഇതിലുള്ള ഒരു ഡിസൈനിൻ്റെ കളറാകുമ്പോൾ കുറച്ചുകൂടെ എടുത്തറിയും. അപ്പോൾ ഞാൻ ഇത് അതേപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതി, ഇപ്പം ഞാൻ ജോയിൻ ചെയ്യാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളവും വീതി എത്രയാണെന്ന് പറയാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ നീളമെന്ന് പറയുന്നത് ഒരു 10.4 ഇഞ്ച് വീതിയും നീളം 7.5 കേട്ടോ. അപ്പം 10.4 ഇഞ്ച് നിവർത്തിയിട്ടതിന് ശേഷമാണ് 10.4 ഇഞ്ച് വീതിയും നീളം 7.5. അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് മടക്കാം. അപ്പോൾ ഞാൻ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ രണ്ടായിട്ട് മടക്കാം. മടക്കിയതിന് ശേഷം നമുക്ക് കട്ടി വേണമല്ലോ. എന്നിട്ട് ഒരു പീസായിട്ട് വെച്ച് അത് അത്ര നല്ല പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ രണ്ടായിട്ട് മടക്കണം. ഇത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ പതിച്ചടിച്ച തൈലൊന്നും വെളിയിൽ കാണരുത്, അത് അകത്തോട്ടായിരിക്കണം കേട്ടോ. ഇങ്ങനെ വരണം. അതിനുശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഇവിടെ ഒരു 5 ഇഞ്ചാണ് എടുക്കുന്നത്. എനിക്ക് നെക്കിൻ്റെ ലെങ്ത് 5 ഇഞ്ച് മതി. നമുക്കിതൊന്ന് അളന്ന് നോക്കാം. ഇപ്പോൾ ചരിച്ചിട്ടാണ് എടുക്കണമെങ്കിൽ ഒരു 7.25 അടുപ്പിച്ചുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നല്ല വൃത്തി വയ്ക്കണം കേട്ടോ. കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ചെറിയൊരു റെഡിമെയ്ഡാണ്. അപ്പോൾ ചെറിയൊരു നെക്കിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ട് പൊങ്ങി താന്നാണ് ഇരിക്കുന്നത് കേട്ടോ. ആ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. വെച്ചിട്ട് നമ്മൾ കറക്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് വെക്കാം. ഇവിടെ വെച്ചെടുക്കുമ്പോൾ 7 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിൽ 7 ഇഞ്ച് വയ്ക്കത്തില്ല. നല്ല പൊക്കമുള്ള ആൾക്കാർക്ക് മാത്രമേ 7 ഇഞ്ചൊക്കെ വയ്ക്കത്തുള്ളൂ. മാക്സിമം 6 വയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇത് പൊക്കം കുറഞ്ഞ ഒരാളും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 7 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ വച്ചിട്ട് നമ്മൾ ഇപ്പം ഞാൻ 5 എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 5.5 മാർക്ക് ചെയ്യാം. ഇതാ 5.5 മാർക്ക് ചെയ്യാം. 5 എനിക്ക് വേണ്ടത്. 5.5 വേണ്ട. 5.5 അപ്പം ഇത്രയേ വരത്തുള്ളൂ ഈ ഡിസൈൻ. എന്നിട്ട് 5 ആകുമ്പോൾ കുറച്ചുകൂടെ മുകളിൽ. അപ്പം നമുക്ക് 5 മാർക്ക് ചെയ്യാം കേട്ടോ. 5 മാർക്ക് ചെയ്യാം. 5 ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ കുറച്ചുകൂടെ ഇവിടെ നിന്ന് പൊങ്ങി. മറ്റേത് ഇവിടെ അപ്പോൾ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് നോക്കാം 5 അവിടെ വരുന്നുണ്ടോ എന്ന്. അപ്പം ഇവിടെയാണ് കറക്റ്റ് രണ്ടും ഒരേ ലെവലിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് വേണം വയ്ക്കാം. നമുക്കിത് മായ്ച്ച് കളയാം. ഇത് വേണ്ട. ഇതാണ് ഹെഡ്ലൈൻ. 5 ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഷോൾഡർ ഷോൾഡറാണ് അഴിച്ചിട്ട് എടുക്കുന്നതെങ്കിൽ 5.5 എടുക്കണം കേട്ടോ ഇവിടെ നിന്ന്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കും. ഇപ്പം ഞാൻ തൽക്കാലം വേറൊരു പീസ് വെച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസില്ലേ, അതെടുക്കണം. അതെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകളൊന്ന് അടിക്കണം. ഇവിടെയും ഒന്ന് മടക്കി അടിക്കണം, ഇവിടെയും ഒന്ന് മടക്കി. 2 മടക്ക് മടക്കിയാലും കുഴപ്പമില്ല. അത് നല്ല നീറ്റായിട്ടിരിക്കും. മടക്കിയതിന് ശേഷം നമ്മൾ ഈ പീസിനെ ഇതിൻ്റെ അകത്തോട്ടേക്ക് വയ്ക്കണം. എന്നിട്ട് പിൻ ചെയ്ത് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോവും. ഇതിൽ എത്രയാണോ നമുക്ക് വേണ്ടത് നമ്മൾ മാർക്ക് ചെയ്തത് അവിടെ മാത്രമേ ഇത് നിൽക്കാവൂ. കണ്ടോ, കറക്റ്റ് ലെവലിൽ വയ്ക്കണം. കണ്ടോ, മറ്റേ നമുക്ക് ഇവിടെ അപ്പോൾ ഇത്രയും പീസേ വരുള്ളൂ. അപ്പോൾ ഇത്രയും നമുക്ക് ഡിസൈനായിട്ട്, അപ്പോൾ അതൊരു ഡിസൈനായിട്ട് മാർക്ക് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. അതേ കളറിലുള്ള നൂലിട്ട്
നമ്മൾ ഇവിടെ നിന്നേ ഒരു സ്റ്റിച്ചിട്ട് ഇങ്ങനെ വരണം. എന്നിട്ട് ഇവിടെ ഒന്ന് ഡബിൾ ഇവിടെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ നിന്നേ വരണം, ഇവിടെ തൊട്ട് തുടങ്ങരുത്. ഇവിടെ നിന്നേ സ്റ്റിച്ചിട്ട് ഇതേപോലെ വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ ഇവിടെ പതിച്ചടിച്ചിട്ടില്ല, അവിടെ ഒന്ന് ഇങ്ങനെ ഇതേ നൂലിട്ടേനെ ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. അതെ, ബാക്കി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ആവശ്യത്തിൽ. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ സൈഡുകൾ ഈ സൈഡും ഈ താഴ്ഭാഗവും മടക്കി അടിക്കണം. എന്നിട്ട് വേണം ഞാൻ വച്ചതുപോലെ വയ്ക്കും. വയ്ക്കുമ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് അതേ ലെവലിൽ വേണം വരാൻ കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. പിന്നെ ഈ അരികത്ത് കൂടി ഒരു സ്റ്റിച്ച് ഇവിടെ ഇതിൽ കൊടുത്തിട്ടില്ല നമ്മൾ, പക്ഷേ ഇതേ കളർ നൂലിട്ട് ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇത് ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് കാണിക്കും. എന്താ മടക്കി അടിച്ചിട്ടുണ്ട് കണ്ടോ. നിങ്ങൾ കുറച്ചുകൂടി വീതി വേണമെങ്കിൽ തുണിക്ക് വീതി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങോട്ട് അകത്തോട്ടേക്ക് വയ്ക്കണം. ഈ സ്റ്റിച്ച് വെളി കാണാത്ത ആ ഭാഗം വേണം വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് കറക്റ്റ് എല്ലാം നമ്മൾ ഇങ്ങനെ ലെവൽ ചെയ്ത് വയ്ക്കണം കേട്ടോ. എന്നിട്ട് പിൻ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഇളകി പോകും. ഇപ്പോൾ എത്ര ആണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം, എത്ര ഇഞ്ച് വരുമെന്നുള്ളത്. 5 ഇഞ്ചിൽ വരും കറക്റ്റ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പിൻ ചെയ്ത് കൊടുക്കണം, ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പിൻ ചെയ്ത് കൊടുക്കണം. ലെവൽ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതേ കറക്റ്റ് ലെവലിൽ തന്നെ വരണം. അത് കഴിഞ്ഞിട്ട് ഇവിടെയും പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇനി ആണ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. തിരിച്ച് ഈ അരികത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ അത് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെയും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ നമുക്ക് നല്ല കണക്കായിട്ടുണ്ട്. എത്രയാണോ നമുക്ക് വേണ്ട അതേ. ഇതിൻ്റെ അകവശം കാണണ്ടേ, അകവശം ഇതേപോലെ നീറ്റായിട്ടിരിക്കും കണ്ടോ. കണ്ടോ ഇവിടെ അപ്പം കാണാനും വൃത്തികേടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രണ്ടിലോട്ട് വരത്തില്ല. കാരണം നമ്മൾ ഇവിടെ 2 ഡബിൾ സ്റ്റിച്ച് കൊടുത്തേക്കില്ല, അതുകൊണ്ട് വരത്തില്ല. ഇത് ഇങ്ങനെ കിടക്കട്ടെ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ മടക്കി അടിച്ചാലും മതി. അപ്പം ഞാൻ നിങ്ങൾ ഇത്ര ഇട്ടേക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ ആ വശം നോക്കിയാലും ഇങ്ങനെ കിടക്കും കണ്ടോ. അത് ഫ്രണ്ടിലോട്ട് തള്ളി വരത്തൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇത് നല്ല നമുക്ക് കറക്റ്റ് അളവിനായിട്ടുണ്ട് കണ്ടോ. നിങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് വെച്ചാലും മതി. ഈ 2 സൈഡിലും ഇവിടെ ഈ 2 സൈഡിലും ഇവിടെ ഈ നമ്മുടെ കോർണർ ഭാഗത്തും ഈ 2 സൈഡിലും ഒന്ന് ഹെമ്മിങ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ഫിക്സ് ആയിട്ടിരിക്കുള്ളൂ. വേണമെങ്കിൽ ചെയ്താലും അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിരുന്നാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡീപ്പായിട്ടുള്ള നെക്ക് ഓൾട്രേഷൻ ചെയ്ത് കറക്റ്റാക്കി എടുക്കാൻ കഴിയും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ വെള്ള കളറിലുള്ള തുണി വെച്ചാലും കുഴപ്പമില്ല, ഈ കളറിലുള്ളത് വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഏതാണോ ഇതിന് സൂട്ടാകുന്നത് അതനുസരിച്ചുള്ള തുണി ഇവിടെ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം എനിക്കിതൊരു എന്തായാലും ഓൾട്രേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.